ലോകത്തിൻ്റെ പാപ പരിഹാരത്തിനായി കാൽവറി മാമലയിൽ പിതാവായ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പാപപരിഹാര യാഗമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. ഇന്നു നാം ചിന്തിക്കുന്ന ചിന്താഭാഗം മത്തായി സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യമാണ്. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും സ്നേഹനിർഭരമായിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഇവിടെ നമ്മളെ വരച്ചു കാണിക്കുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം ക്രിസ്തുവിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അവൻ്റെ സ്നേഹം നിത്യമായ സ്നേഹമാണ്, പൂർണ്ണമായ സ്നേഹമാണ്, ത്യാഗത്തിൻ്റെ സ്നേഹമാണ്. മനുഷ്യ കുലത്തിൽ പിറന്നവനിൽ ഒരുവന് മാത്രമേ ഇപ്രകാരം സ്നേഹം ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. അവൻ്റെ പേര് നസ്രനായ യേശു ക്രിസ്തു എന്നാണ്. അവൻ്റെ തിങ്ങിയ വേദന നിറഞ്ഞതായിരിക്കുന്ന അവസ്ഥയിലും അവൻ ലോകത്തിനു വേണ്ടി പ്രാർത്ഥിപ്പാനായിട്ട്, ലോകത്തിനോട് ദൈവം ക്ഷമിക്കുന്നതിനു വേണ്ടി യാചിക്കുവാനായി ഉപയോഗിച്ചു എന്നുള്ളത് ഏറ്റവും അർത്ഥവത്തായതും അത്ഭുതകരമായ നിമിഷമാണ്. ഒരു മനുഷ്യനായിരിക്കുന്ന ക്രിസ്തു, മനുഷ്യനായി പിറന്നവൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് കണ്ട് ലോകം തന്നെ അത്ഭുതപ്പെടുകയുണ്ടായി. മനുഷ്യരായ നമുക്ക് നമ്മുടെ പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിൽ, വേദനകളിൽ ഇപ്രകാരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധ്യമായി തീരുന്നു. ലോകത്തിലെ മനുഷ്യർ അനുഭവിക്കുന്നതായ വേദനകൾ, രോഗങ്ങൾ, ദുഃഖങ്ങൾ, കെടുതികൾ, ചില നഷ്ടങ്ങൾ, വേർപാടുകൾ, പ്രകൃതി ദുരന്തങ്ങൾ തുടങ്ങിയവയാണ്. ചില നിമിഷങ്ങളിൽ മനുഷ്യന്റെ എടുത്തുചാട്ടം മുഖാന്തരം അല്ലെങ്കിൽ അവൻ്റെ അറിവില്ലായ്മ മുഖാന്തരവും അവന് പ്രതികൂലങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ നിമിഷങ്ങളിലൊക്കെയും നമ്മൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന വ്യക്തികളായി മാറുന്നു. ഒരിക്കലും ആ സമയങ്ങളിൽ മറ്റുള്ളവന്റെ വേദന കാണുകയോ അവൻ നമ്മളെക്കാൾ അധികം കഷ്ടത അനുഭവിക്കുന്നുവെങ്കിലും അത് തിരിച്ചറിയുവാനുള്ള ആ ശക്തി നമുക്ക് ഉണ്ടാകാറുമില്ല. എന്നാൽ ക്രിസ്തുവിന്റെ പ്രാർത്ഥന ലോകത്തിന് പുതിയൊരു വെളിച്ചം ഏകുവാനായിട്ട് ഇടയായി. ക്രിസ്തുവിന് ഏറ്റെടുക്കേണ്ടി വന്ന ദൗത്യം എന്നത് അത് ലോകത്തിൻ്റെ പാപ പരിഹാര യാഗമാണ്. ആ യാഗത്തിൽ അവൻ പൂർണ്ണ സമർപ്പിതനും ആയിരുന്നു. നീതിമാനും നിഷ്കളങ്കനും പരിശുദ്ധനുമായ ദൈവപുത്രനായ ക്രിസ്തു ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏറ്റവും മ്ലേച്ഛകരമായിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്ന കുറ്റവാളികൾക്ക് ഏർപ്പെടേണ്ടതായ ഏറ്റവും വലിയ കഠിന ശിക്ഷ ലഭിക്കുവാനായിട്ട് ഇടയായിട്ട് ക്രൂശുമരണം ലോകത്തിൽ അനുഭവിക്കാവുന്ന ഏറ്റവും വലിയ വേദനയായിരിക്കുന്ന ക്രൂശു മരണം അനുഭവിക്കുമ്പോഴും അവൻ ആദ്യമായി തിരുവായി മൊഴിഞ്ഞത് ഒരു പ്രാർത്ഥനയാണ്. ലോകത്തിനു വേണ്ടി തന്നെ ക്രൂശിക്കുന്ന വ്യക്തികൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാമൊഴി. പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. ഈ പ്രാർത്ഥന ആർക്കു വേണ്ടി? 2 വിഭാഗങ്ങൾക്കു വേണ്ടിയാണ് ഈ പ്രാർത്ഥന ക്രിസ്തു പ്രാർത്ഥിച്ചത്. തന്നെ ക്രൂശീകരണത്തിനായി കൊണ്ടുവന്ന പടയാളികൾ, യേശുവിനെ ന്യായം വിധിച്ച ന്യായാധിപന്മാർ, അവരോട് ചേർന്ന് കൂട്ടമായി പ്രവർത്തിക്കുന്ന പടയാളികളും ജനങ്ങളും. ഇപ്രകാരം ഒരു കൂട്ടർ ജനം നിൽക്കുമ്പോൾ തന്നെ കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് ഒരു മാതൃക ആകുകൂടെ ചെയ്യുകയായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അവർക്ക് കാണിച്ചു കൊടുത്ത വലിയൊരു പാഠമാണ്. താൻ ക്രൂശിതനാകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ, നിങ്ങളുടെ ശത്രുക്കൾക്കു വേണ്ടി പ്രാർത്ഥിപ്പിൻ. ക്രിസ്തുവിന് ചെയ്യുവാൻ കഴിയാത്തത് അവൻ ആരെയും ഉപദേശിച്ചിട്ടില്ല. അവൻ അസാധ്യമായതൊന്നും മറ്റ് മനുഷ്യരോട് അവൻ പറഞ്ഞിട്ടുമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തൻ്റെ ശത്രുക്കളോട് എതിർക്കുന്നവരായിട്ടല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം. നമ്മളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി ഉപദ്രവം ചെയ്യുന്നവരല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം. ഇത് നമുക്ക് സാധ്യമായ കാര്യം. ലോകത്തിന് സ്നേഹമെന്ന വലിയ സന്ദേശം നൽകിയ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ ആദ്യത്തെ മൊഴി ലോകത്തിന് വലിയൊരു സന്ദേശം പകരും. അത്
തൻ്റെ ശത്രുക്കളെയും തന്നെ ഉപദ്രവിക്കുന്നവരെയും സ്നേഹിക്കുന്ന, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് അവരോട് ക്ഷമിക്കേണ്ടതിന് പിതാവായ ദൈവത്തോട് യാചിക്കുന്ന ക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ക്രിസ്തു എന്ന രക്ഷകന്റെ ഈ മഹനീയ സ്വഭാവം നമ്മളിലും ഉണ്ടാകുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ പരിഹാരകനാകാം. ദൈവം ഈ ജനത്തിന് അതിനുള്ള ശക്തിയും കൃപയും നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.